ഇന്ദ്രമണ്ഡലത്തിലെ വായുദേവന് പ്രത്യേകതയുണ്ട്. ആ, ഇന്ദ്രമണ്ഡലത്തിലെ വായുവിന്റെ പേരാണ് ഇന്ദ്രൻ. ഇന്ദ്രമണ്ഡലം എന്ന് പറഞ്ഞാൽ ഹരിതലോകത്താൽ ഉത്തരധ്രുവത്തിനും ദക്ഷിണ ധ്രുവത്തിനും ഇടയിലുള്ള ആ വിഷ്ണു ശയിക്കുന്ന പാലാഴി, അതാണ് ഇന്ദ്രമണ്ഡലം. ഇന്ദ്രിയങ്ങളുള്ള ലോകം നിറഞ്ഞിരിക്കുന്ന ഇടം, പ്രകൃതിയിലെ ഏറ്റവും ശുദ്ധമായ അമൃതവായുക്കൾ പൊഴിക്കുന്ന പാല് പോലുള്ള ആ മാതൃത്വത്തിന്റെ ഗുണം പേറുന്ന വായുമണ്ഡലം, പ്രാണവായു നിറഞ്ഞിരിക്കുന്ന ഇടം, അതാണ് ഇന്ദ്രന്റെ മണ്ഡലം. അതിന്റെ പ്രസ്ഥമാണ്, ആ ഇന്ദ്രന്റെ പ്രസ്ഥമാണ് ഇന്ത്യയുടെ തലസ്ഥാനം, ഇന്ദ്രപ്രസ്ഥം. ഇതിന്റെ പീഠം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, ഇന്ത്യയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പീഠം കിഴക്ക് ദിക്കിൽ ധ്വജത്തെ ഉയർത്തുന്ന, ജീവധ്വജത്തെ ഉയർത്തുന്ന, ജീവന്റെ ഇന്ദ്രജാലം തീർക്കുന്ന അമരാവതിയാണ്. അവിടെയാണ് ലോകത്തിലെ ഏറ്റവും കൗതുകമുള്ള, ഏറ്റവും വലിപ്പമുള്ള, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഐരാവതം ജനിച്ചത്. ഇതിന്റെ ഇത്രയും വർണ്ണിച്ചപ്പോ ഏതാണ്ട് ഭാഗങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അതെ. ഇപ്പൊ ഭദ്രാസ്യം എന്നാണ് ആ നാടിന്റെ പേര്. ഭദ്രാസ്യമാണ്, ഇന്ദ്രപീഠമാണ്, ഇന്ദ്രജാലം തീർക്കുന്ന സ്ഥലമാണ്, അമരാവതിയാണ്, ലോകത്തിലെ പ്രകൃതിയിലെ ഏറ്റവും ശുദ്ധമായ അമൃത വായുക്കൾ ഉള്ള സ്ഥലമാണ്, ഐരാവതമുള്ള സ്ഥലമാണ്. ഒരു കാര്യവും കൂടി അതിനകത്തേക്ക് പറയാം. 7 ഭൂഖണ്ഡങ്ങൾ ഉണ്ടെങ്കിലും ജീവന്റെ അമരം പിടിക്കുന്ന, ജീവന്റെ വഴി കാട്ടുന്ന ആ ശ്രേഷ്ഠമായിട്ടുള്ള പീഠമാണ് അമരാവതി. എവിടെയാണ് ജീവന്റെ അമരം പിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് അമരാവതിയിലാണ്. അപ്പോൾ നമുക്ക് വിവിധങ്ങളായ ഭൂഖണ്ഡങ്ങളുണ്ട്, അവിടെയൊക്കെ ജീവനുണ്ട്, ജീവിതങ്ങളുണ്ട്, ജീവരാശിയുമുണ്ട്. അതിന്റെ എല്ലാം ജീവന്റെ കേന്ദ്ര ബിന്ദുവാണ് അങ്ങ് ഈ പറഞ്ഞ അമരാവതി. അവിടെ നിന്നാണ് അമൃതവായു പൊഴിക്കുന്ന ആ പ്രദേശത്ത് നിന്നാണ് ജീവന്റെ തുടിപ്പുണ്ടാകുന്നത്, അല്ലേ? അതെ. അത് ആഫ്രിക്കയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇവിടെ നിന്നുള്ള സോറസ് ആണ്, അല്ലേ? അതെ. ഈ ഭൂമണ്ഡലത്തിലേക്ക് ഭാരതഖണ്ഡം എന്ന് പറയുന്നത്, ആ ഭാരതഖണ്ഡത്തിലേക്ക് അല്ലെങ്കിൽ ഈ ദേശത്തിലേക്ക് സത്വഗുണമുള്ള വായുവാണ് മഴയെ എത്തിക്കുന്നത്, ഇന്ദ്രാണിയെ എത്തിക്കുന്നത്, ഇന്ദ്രിയങ്ങൾക്ക് കാരണമായ ജീവലോകത്തെ ചമയ്ക്കുന്നത്. അങ്ങനെയായിട്ടുള്ള ആ ഇന്ദ്രന്റെ പ്രസ്ഥമാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടമാണ് ഇന്ദ്രപ്രസ്ഥം. അത് ഭാരതത്തിലാണ്. ആ ഇന്ദ്രപട്ടമാണ്, ഇന്ദ്രനീലക്കല്ലുള്ള ഇന്ദ്രന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസ്ഥം ഏത് എന്ന് ചോദിച്ചാൽ അത് എല്ലാ കാലവും ഒരുപോലെ ആയിരിക്കില്ല. ആ പട്ടം ഭാരതം എന്ന രാഷ്ട്രത്തിന് ചാർത്തിക്കൊടുത്ത പേരാണ് ഇന്ത്യ. വൈഷ്ണവാരാധനയാൽ സിദ്ധിച്ച, അല്ലെങ്കിൽ ഈ വൈഷ്ണവ ആരാധനാ സമ്പ്രദായത്തിൽ സിദ്ധിച്ച ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പദവി തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്ന നാമം. ഇപ്പൊ ഇന്ദ്രൻ എന്നുള്ള, ഇന്ദ്രിയങ്ങൾക്ക് കാരണമായിരിക്കുന്ന ഇന്ദ്രൻ എന്നുള്ള ആ പദത്തിൽ നിന്നാണ് ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ഭാരതത്തിന്റെ തലസ്ഥാനവും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നാമവും ഉണ്ടായത്. ഒരു സ്ഥാനപ്പേര് മാത്രമാണ്. ഇന്ദ്രഗുണമുള്ള പ്രസ്ഥം ഏതാണോ ആ പ്രസ്ഥത്തിന് ലഭിക്കുന്ന സ്ഥാനപ്പേര് മാത്രമായിട്ടാണ് ഇന്ത്യ നിൽക്കുക, ഇന്ദ്രപ്രസ്ഥവും നിൽക്കുക. ഭാരതം എന്നുള്ളതാണ് രാഷ്ട്രത്തിന്റെ ശരിയായ നാമം. പക്ഷെ ലോകത്തിൽ എവിടെയാണോ ഇന്ദ്രന്റെ ഏറ്റവും നല്ല ഇടമിരിക്കുന്നത്, ഇന്ദ്രപീഠം ഇരിക്കുന്നത്, അത് ഇരിക്കുന്നിടമാണ് ഇന്ദ്രപ്രസ്ഥം. ആ ഇന്ദ്രപ്രസ്ഥത്തിന്റെ ദേശമാണ് ഭാരതം. ആ ഭാരതത്തിന്റെ ഏറ്റവും പരമോന്നത പദവിയുടെ നാമമാണ് ഇന്ത്യ. അതാണ്. ഇപ്പൊ വിവാദങ്ങൾ വളരെ തകർത്ത് ആടുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഭാരതം എന്നാണോ ഇന്ത്യ എന്നാണോ യഥാർത്ഥ നാമം എന്നുള്ളത് ചോദ്യം നിലനിൽക്കുമ്പോഴാണ് നമ്മളിത് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഒരു വ്യക്തതകളെ വരുത്തേണ്ടി വരുന്ന പോലെ തോന്നുന്നു. അപ്പോ അങ്ങിപ്പോ പറഞ്ഞു വെച്ചതനുസരിച്ച് ഇന്ത്യ എന്നുള്ളത് ഭാരതം എന്നുള്ളതല്ല, ഭാരതത്തിലാണ് ഇന്ത്യ എന്ന് സങ്കല്പിക്കാനുള്ള അങ്ങനെ വിശ്വസിക്കാനുള്ള കാരണം അതിനകത്ത് കാണുന്നുണ്ട്, അല്ലേ? അതെ, അങ്ങയുടെ സംശയം വളരെ കറക്റ്റാണ്. ഭാരതം എന്നുള്ള പേര്, ഭാരൻ തം തീർക്കുന്നിടം ഭാരതം. അതായത് ഭാരൻ വിഷ്ണുവാണ്. വിഷ്ണു ഗർഭപാത്രം തീർക്കുന്നിടം, ലക്ഷ്മി ലോകത്തെ തീർക്കുന്നിടം, മാതൃലോകത്തെ ചമയ്ക്കുന്നിടം, അതാണ് നമ്മുടെ ഭാരതം.
വിഷ്ണുവിനാൽ ഗർഭപാത്രം തീർക്കുന്നിടം, ലക്ഷ്മി ലോകത്തെ തീർക്കുന്നിടം, മാതൃലോകത്തെ ചമയ്ക്കുന്നിടം, ലോകത്തിൻ്റെ മാതാവാകുന്ന ഇടം ഭാരതം. വായു ലാളനയോടെ കൊണ്ടു നടക്കുന്ന സഹോദരനാണ് ഇന്ദ്രൻ. വായുവിൻ്റെ സഹോദരനാണ്, വിഷ്ണുവിൻ്റെ സഹോദരനുമാണ്. ആ വിഷ്ണുവിൻ്റെ സത്വഗുണത്താലാണ്, ലാളിത്യത്താലാണ്, ലാളനയിലാണ് ഇന്ദ്രൻ്റെ സഞ്ചാരം. ഈ ഇന്ദ്രനെ കൈപിടിച്ച് നടത്തുന്നത്, ഇന്ദ്രനെ സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാം വിഷ്ണുവാണ്. ഇന്ദ്രനെ തണലേക്കുന്നത്, കാതലേക്കുന്നത്, കാതലായി നിൽക്കുന്നത്, കാവലായി നിൽക്കുന്നത് എല്ലാം വിഷ്ണുവാണ്. ആ വിഷ്ണുവിൻ്റെ ഭാരൻ്റെ തം തീർക്കുന്ന ഭാരതത്തിൻ്റെ ബഹുമാന്യമായിട്ടുള്ള പദവിയാണ് ഇന്ത്യ. ആ ഭാരതത്തിൻ്റെ തലസ്ഥാനമാണ് ഇന്ദ്രൻ്റെ പ്രസ്ഥം, ഇന്ദ്രപ്രസ്ഥം. ആ സ്ഥാനപ്പേരാണ് ഇന്ത്യ. വിഷ്ണു നൽകുന്ന, വിഷ്ണുവിൻ്റെ സാഹോദര്യത്താൽ, സൗഹാർദ്ദത്താൽ, ലാളിത്യത്താൽ ഭാരതത്തിന് കൈവന്ന പദവിയാണ് ഇന്ത്യ.